ഹായ് ഗൈസ്, 288 വോട്ട് വാങ്ങി വഖഫ് ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്നു. ഇന്ന് രാജ്യസഭയിൽ പാസ്സാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ പാസ്സാക്കിയ ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്ന 10 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത്, അതായത് ഇതുവരെ വഖഫ് ബോർഡിന് ഏത് പ്രോപ്പർട്ടിയും അവരുടേതാന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യായിരുന്നു. ഇപ്പോൾ അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ട്രൈബൽ പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ASIന്റെ മാർക്കറ്റിനുള്ളിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഇതൊക്കെ വഖഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്ന് പറയുന്ന പോലെ അത് വഖഫിന്റെ കീഴിൽ പോകുമായിരുന്നു. പക്ഷെ ഇനി തൊട്ട് ഈ ഗവൺമെന്റ് പ്രോപ്പർട്ടിയോ ട്രൈബൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ASIന്റെ കീഴിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിനെയും വഖഫ് ബോർഡിന് അത് വഖഫാന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, എക്സിസ്റ്റിംഗ് ആയിട്ട് ഗവൺമെന്റ് പ്രോപ്പർട്ടി ഏതെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഡൽഹി ഹൈക്കോർട്ടെല്ലാം തന്നെ ഈ വഖഫാന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം തന്നെ എടുത്തു കളയുകയും ചെയ്യും. അതെല്ലാം തന്നെ ഗവൺമെന്റിനും ASIക്കും തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഡോക്യുമെന്റേഷൻ ഇല്ലാതെ ഇനി ഒരു പ്രോപ്പർട്ടിയും വഖഫാന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് ഇതിലോട്ട് 2 മുസ്ലിം സ്ത്രീകളെയും 2 നോൺ മുസ്ലിമായ മറ്റ് മതത്തിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ഷിയ, സുന്നി, അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെയും ഇതിലോട്ട് ഈ ട്രിബ്യൂണലിലോട്ട് കൊണ്ടുവരാൻ പോകുകയാണ്. ഇതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതുവരെയും ഇതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി ആരുടെ കയ്യിലായിരുന്നു എന്ന് വെച്ചാൽ വഖഫ് ട്രിബ്യൂണൽ കമ്മിറ്റിയുടെ അടുത്തായിരുന്നു. പക്ഷെ ഇനി തൊട്ട് അങ്ങനെയല്ല. ഡിസ്ട്രിക്ട് കോർട്ട്, അതായത് ഡിസ്ട്രിക്ട് കോർട്ടിന്റെ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ കളക്ടറിനെക്കാട്ടിലും മേലുള്ള മജിസ്ട്രേറ്റ് പവറിലുള്ള ആരെയുമായിരിക്കും സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഓഡിറ്റ് നടത്താനും അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാനും ഇനി തൊട്ട് അവസരമുണ്ട്. അതായത് വഖഫ് ട്രിബ്യൂണലല്ല അന്തിമ തീരുമാനം എന്നുള്ളതാണ് അടുത്ത ചേഞ്ച് വന്നിരിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത്, അതായത് വഖഫ് പ്രോപ്പർട്ടി ആയി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയിട്ടും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കണം. ഇൻ കേസ് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്പ്യൂട്ടഡ് ലാൻഡായി മാറും. അത് മാത്രമല്ല, ഇപ്പോൾ വഖഫ് സ്ഥലമാണ്, ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം വഖഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും എനിക്ക് വഖഫ് ട്രിബ്യൂണലിൽ പോകാനോ, വഖഫ് ട്രിബ്യൂണലിൽ ആരാളുള്ളത് ഇതേ വഖഫ് ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവർ പറയുന്നു ഇത് വഖഫാന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയല്ല, 90 ദിവസം വരെ അതായത് ഹൈക്കോടതിയിൽ പോയി അത് ചാലഞ്ച് ചെയ്യാം. അതായത് ഇത് എന്റെ സ്ഥലമായിരുന്നു വഖഫ്, അതായത് ഇത് റോങ്ലി ക്ലെയിം ചെയ്താന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ടും ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്യാം. വഖഫ് ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമല്ല എന്നുള്ളതാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മുസൽമാൻ വഖഫ് ആക്ട് 1923 അതിനെ കംപ്ലീറ്റ് ആയിട്ടും റിപ്പൽ ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അതായത് അതേപോലെ തന്നെ ചെറിയ ചെറിയ പല നിയമങ്ങളും ഈ ഒരു 1923 1995 അങ്ങനെയുള്ള 1955 ഈ നിയമങ്ങളെന്നെല്ലാം തന്നെ വേണ്ടാത്ത നിയമങ്ങൾ, അതായത് മോഡേണൈസ് ചെയ്തത് പഴയ നിയമങ്ങളെല്ലാം തന്നെ റിപ്പൽ ചെയ്ത് കളഞ്ഞിട്ടുകൊണ്ട്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് വഖഫിലോട്ട് ഇനി ഒരാൾ ദാനം ചെയ്യുക എന്ന് വെച്ചാൽ മിനിമം 5 വർഷം അദ്ദേഹം മുസ്ലിം ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഒരു മുസ്ലിം ആയതിന്, ഇപ്പോൾ ഒരു ഹിന്ദു ഇങ്ങനെ കൺവേർഷൻസ് നടക്കണ്ടല്ലോ, ക്രിസ്ത്യൻ കൺവേർഷൻസ് നടക്കും. അപ്പോൾ അതായത് ഞാനൊരു ഹിന്ദു ആണ്, അടുത്ത മുസ്ലിം ആകാൻ പോവുകയാണ്. മുസ്ലിം ആയതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പറയുകയാണ് എന്റെ സ്ഥലം മൊത്തം വഖഫിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടും റിജക്റ്റ് ആയി പോവുകയുള്ളൂ. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞ് പിന്നെ 5 വർഷം ഞാൻ മുസ്ലിമായി പ്രാക്ടീസ് ചെയ്ത് എല്ലാവിധ പ്രാക്ടീസിന് ശേഷം മാത്രമാണ് ഇനി ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഡീഡ് വഖഫിന് എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് വഖഫിന്റെ പേര് തന്നെ മാറ്റാൻ പോവുക എന്നുള്ളതാണ്. അതായത് ഇതും വഖഫ് തന്നെയാണ്, അതായത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പേരിലോട്ട്, ആക്ട് എന്ന് പറയുന്ന പേരിലോട്ട് ഇത് വലുതാക്കി മാറ്റാൻ പോവുകയാണ്. ഷോർട്ടായിട്ട് ഉമീദ് എന്ന് പറയുന്ന ആ ഒരു പേരിലോട്ടാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കുറെ നല്ല തീരുമാനങ്ങളോട് കൂടിയാണ് ഈ ഒരു ബില്ല് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ വൺസ് ഇപ്പോൾ ഇതുവരെയും ചിറകോടുകൂടി പറന്നുകൊണ്ടിരുന്ന വഖഫിന് ചിറക് 2 മുറിച്ചു വിട്ടിട്ടുണ്ട്. ഇനി നടന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിലോട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെസ്സേജ്